ഹലോ, RPF 2024 നോട്ടിഫിക്കേഷൻ വന്നു. ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത വേണ്ട എന്താണ്? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ RPF 2024 പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറുതെ ആ സബ്ജക്റ്റ് പഠി ഈ സബ്ജക്റ്റ് പഠി എന്ന് മാത്രമല്ല പറയുന്നത്, ഒരു ക്ലിയർ കട്ട് പ്ലാൻ. അതായത് ഈ വർഷം തന്നെ RPFൽ നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ക്ലിയർലി നിങ്ങൾ ആ ഒരു പാത്തിലേക്ക് എത്താം എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് അല്ല, ആക്ച്വലി ഇതൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് സിലബസ്, എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും പല ആൾക്കാരും RPF പരീക്ഷ എന്താണ്, റെയിൽവേയുടെ പരീക്ഷകൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയില്ല, അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ റാങ്ക് മേടിക്കാമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷയിൽ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പറേഷനൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ജോലി മേടിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മാർക്ക് മേടിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യം. അപ്പോൾ അതിലേക്ക് എത്താൻ, ഏറ്റവും മാർക്ക് സ്കോർ ചെയ്ത് ടോപ്പറായി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുമ്പോഴും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി റെഡിയാക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സസ് ക്രമീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് RPF 2024 ഒരു ജോലി നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വെറുതെ കുറേ കാര്യങ്ങൾ പറയല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് ഒരുപാട് നാളത്തെ ഒബ്സർവേഷനിലൂടെ ഇങ്ങനെയുള്ള എക്സാംസിൽ എങ്ങനെ സ്റ്റുഡൻസ് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, RPF യൂണിഫോം പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നൊരു പോസ്റ്റാണ്. ആഗ്രഹിച്ച് നിൽക്കുന്നതും ഇപ്പോഴും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരും, പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നവരും, പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ ആദ്യം പരീക്ഷയെ പറ്റി ഒന്ന് പറയട്ടെ. RPF 2024 റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് 2024 SI പോസ്റ്റിലേക്കും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് SI പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ഗ്രേഡ് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ രണ്ട് പരീക്ഷകളാണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് പരീക്ഷകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ കണ്ടു കാണും. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ടിൻ്റെയും സിലബസിൽ യാതൊരു വ്യത്യാസമില്ല. ഇനി വരാൻ സാധ്യതയുള്ളത്, ഈ രണ്ട് എക്സാംസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് RPF SI എക്സാമിന് ഒരുപക്ഷെ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം കുറച്ച് കൂടുതലായിരിക്കും. ഇങ്ങനൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട വഴികൾ രണ്ടിനും സെയിം തന്നെയാണ്. മാത്രമല്ല, ഈ വർഷം RPF എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണാം, ഒരു വെടിക്ക് രണ്ട് പക്ഷി. എന്താണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ വർഷം വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു വർഷമാണ്. കാരണം SSCയുടെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ കൂടെ തന്നെ ബോണസ് ആയിട്ട് റെയിൽവേ കിട്ടിയിട്ടുണ്ട്, അല്ലേ? റെയിൽവേയുടെ കുറേ പരീക്ഷകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂണിഫോം പോസ്റ്റ് എയിം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് RPFൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന മറ്റൊരു എക്സാം ഉണ്ട്. ഈ രണ്ട് എക്സാംസിനെ ചേർത്താണ് ഞാൻ ഇങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത്? 2024 തന്നെ നടക്കാൻ പോകുന്ന രണ്ട് പരീക്ഷകളാണ്. ഒന്ന് RPF 2024, അടുത്തത് SSC GD 2024. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? രണ്ട് എക്സാംസ് ഒരേ തരത്തിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് ഒരേ പാറ്റേണിൽ പഠിച്ചു പോയാൽ രണ്ട് വളരെ വാല്യൂബിൾ ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഡിസംബറിന് മുമ്പ്, ഈ വർഷം ഡിസംബറിന് മുമ്പ് നടക്കാൻ പോകുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ക്ലിയർ കട്ട് ഒരു പ്ലാൻ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം ഈ രണ്ട് പരീക്ഷ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ചിലർക്ക് സംശയമുണ്ട്, RPF പഠിക്കേണ്ട പോലാണോ GD പഠിക്കേണ്ടത്, GD പഠിക്കേണ്ട പോലാണോ RPF പഠിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ അതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ RPF 2024 അതിൻ്റെ കൂടെ തന്നെ SSC GD 2024, ഇതിന് രണ്ടിനും പ്ലാൻ ചെയ്യാൻ, ഈ രണ്ട് എക്സാംസും ഒരേ തരത്തിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകാൻ പറ്റുന്ന രണ്ട് പരീക്ഷകളാണ്. വളരെ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ ഇല്ലാത്ത ആൾക്കാർ ചിലപ്പം പലതരത്തിലുള്ള ഫാക്റ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ രണ്ട് പരീക്ഷകൾക്കും ഒരേ തരത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരേ തരത്തിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ അതിന് ഈ രണ്ട് എക്സാമിനെയും കമ്പയർ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽസിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാവും. ഇനി ഈ രണ്ട് പരീക്ഷകളും എങ്ങനെയാണ് ഒരുമിച്ച് പഠിച്ചു തുടങ്ങുന്നത്? അപ്പോൾ എക്സാം RPFന്റെ പരീക്ഷ എക്സാം ഡേറ്റ് ഒന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ. എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഇപ്പോൾ റെയിൽവേ വിളിച്ചതിന് ശേഷം ഒരു 4 അല്ലെങ്കിൽ 5 മാസത്തിന് ശേഷമാണ് പരീക്ഷകൾ കണ്ടക്ട് ചെയ്തത്, ALP ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ RPF നമുക്കൊരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മാസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കുറച്ചുകൂടെ തള്ളിപ്പോയാലേ ഉള്ളൂ. അപ്പോൾ അത്രയും ഒരു സമയം, ഒരു 5 to 6 months എന്തായാലും നമ്മുടെ മുമ്പിൽ കറൻറ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ പ്ലാൻ ചെയ്യാം? അതുകൂടാതെ രണ്ടാമത്തെ പരീക്ഷ ഞാൻ പറഞ്ഞത് എന്താ? RPFന്റെ കൂടെ തന്നെ SSCGD 2024, അതും ഈ വർഷം ഡിസംബറിന് മുമ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസംബർ വരെയുള്ള ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഏപ്രിലാണ് അല്ലേ? ഏപ്രിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4ാമത്തെ മാസമാണ്. ഇനി 8 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ 8 മാസം നിങ്ങളൊരു ക്ലിയർ കട്ട് പ്ലാൻ വെച്ചിട്ട് തന്നെ പഠിച്ചു പോവുക. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് 8 മാസം എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ RPFും കൂടെ കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറയാം. അപ്പോൾ ബേസിക് ആയിട്ട് ഈ രണ്ട് എക്സാംസിന്റെ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. SSCGDയും RPFും രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. RPF പരീക്ഷയുടെ ബേസിക് സിലബസ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ പറയാണ്, RPF പരീക്ഷയുടെ ബേസിക് സിലബസിൽ ഒരു ടോപ്പിക്ക് മാത്സ് ആണ്, രണ്ടാമത്തെ ടോപ്പിക്ക് റീസണിങ് ആണ്, മൂന്നാമത്തെ ടോപ്പിക്ക് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആണ്. ഈ 3 ടോപ്പിക്കുകൾ, GK എന്ന് പറയുമ്പോൾ അതിനകത്ത് സയൻസ് ഉൾപ്പെടെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഈ 3 സബ്ജക്റ്റുകൾ മാത്രം RPF പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. അതേസമയം SSCGD പരീക്ഷയാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ കൂടെ ഇംഗ്ലീഷും കൂടെ പഠിക്കണം. അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് എക്സാംസും ഒരേ മാതൃകയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ RPFന് പഠിക്കുമ്പോൾ കൂടെ ഇംഗ്ലീഷും കൂടെ പഠിക്കുക. കാരണം SSCGDക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. അങ്ങനെ പ്രിപ്പറേഷൻ നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആക്കിയാൽ അത് ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇംഗ്ലീഷ് വിടാതെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞു, ഒരേ തരത്തിൽ തന്നെയാണ് ബാക്കി 3 ടോപ്പിക്സും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു വ്യത്യാസവും ഇല്ല. ഒരേ തരത്തിൽ തന്നെയാണ് മാത്സ് ആയാലും റീസണിങ് ആയാലും GK ജനറൽ അവയർനെസ് ആയാലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരും. മനസ്സിലായല്ലോ? അപ്പോൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്, അല്ലെങ്കിൽ സെപ്റ്റംബറിനോട് അടുത്ത് വരുന്ന മാസങ്ങളിലായിരിക്കും. പിന്നെ SSCGD ഡിസംബറിലായിരിക്കും. അപ്പോൾ 8 മാസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ ക്ലിയർ ആക്കേണ്ടത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് RPF 2024 സ്റ്റഡി പ്ലാനും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ആയിരിക്കും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് വരാം. മറ്റ് ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ സിലബസ്, എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാം. സിലബസും എക്സാം പാറ്റേണും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം RPF 2024 നിങ്ങൾ നോട്ടിഫിക്കേഷൻ കണ്ടു കാണും. അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണുള്ളത്. ആ പരീക്ഷ എന്ന് പറയുന്നത് 10th ലെവലാണ്. എന്തിൻ്റെത്? കോൺസ്റ്റബിളിൻ്റെത് 10th ലെവലാണ്. 10th ലെവൽ വരുന്ന എക്സാം ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ കോൺസ്റ്റബിളിൻ്റെ സിലബസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ആണ്. ഇതേ പാറ്റേൺ തന്നെയാണ് SIയുടെ എക്സാം കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് മാത്രം നോക്കുന്നത്. അതിൻ്റെ എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റ്, 90 മിനിറ്റ്സ് ആണ്. 120 ക്വസ്റ്റ്യൻ, 120 ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് കിട്ടുന്നത്. അപ്പോൾ എക്സാം പാറ്റേൺ ഒന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ശരി ഉത്തരമാണെങ്കിൽ 1 മാർക്കും, തെറ്റുത്തരമാണെങ്കിൽ 1/3 മാർക്സ് നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് വരും. ഇതാണ് എക്സാമിൻ്റെ ഒരു ബേസിക് പാറ്റേൺ. അപ്പോൾ എക്സാം അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുമ്പം എങ്ങനെയാണ് പരീക്ഷ എന്ന് മനസ്സിലാകാതെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് സ്മാർട്ട് വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാം പാറ്റേൺ മനസ്സിലാക്കി എക്സാമിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ 50%. വളരെ ഉറപ്പായിട്ടും വളരെ ക്ലിയർ ആയിട്ടും പറയാണ്. അല്ലാതെ തലകുത്തി നിന്ന് സബ്ജക്ട്സ് പഠിക്കുന്നതൊന്നും അല്ല. അത് ഇപ്പം തന്നെ മനസ്സിലാക്കിക്കോളുക. നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് 50% ഓഫ് എ തിങ്. ബാക്കി പകുതി മാത്രമേ ഉള്ളൂ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പരീക്ഷ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടാസ്ക്.
അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇനി വരുന്ന സ്ലൈഡുകളിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എക്സാം എത്ര മാർക്കിനാണെന്നറിയാം, 120 മാർക്കാണ്. 120 മാർക്കിൽ തന്നെ 90 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ 120 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കിയാലോ. ഇതിൻ്റെ സിലബസ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിയാലോ. എന്താണ് ഇതിൻ്റെ സിലബസ്? ഇതിൻ്റെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ 3 സബ്ജക്ട്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 സബ്ജക്ട്സാണ്. ഒന്ന് അരിത്തമാറ്റിക്, ഞാൻ മാത്സ് എന്നാണ് ഇതിനെ പറഞ്ഞത്. മാത്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് 35 മാർക്കിന് അരിത്തമാറ്റിക് അല്ലെങ്കിൽ 35 ചോദ്യങ്ങൾ അരിത്തമാറ്റിക് അല്ലെങ്കിൽ മാത്സ് പാർട്ടിൽ നിന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബേസിക് മാത്സ് ആണ്. അരിത്തമാറ്റിക് മാത്രമേ ഉള്ളൂ, അഡ്വാൻസ്ഡ് പാർട്ട് ഇല്ല. നോക്കാം, നമ്പർ സിസ്റ്റം, ഹോൾ നമ്പേഴ്സ്, ഡെസിമൽ, ഫ്രാക്ഷൻ, അതുപോലെ പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, യൂസ് ഓഫ് ടേബിൾസ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, യൂസ് ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് ഉണ്ട്, മെൻസുറേഷൻ ഉണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഒരു എക്സെട്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് അരിത്തമാറ്റിക് ടോപ്പിക്കുകളെല്ലാം ഉണ്ടെന്നാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള അരിത്തമാറ്റിക് ടോപ്പിക്കുകളെല്ലാം ഉണ്ട്. നമ്മൾ റെയിൽവേ പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്ന ബേസിക് അരിത്തമാറ്റിക് എല്ലാ ടോപ്പിക്സും ഉണ്ട്. 2 ജനറൽ ഇൻ്റലിജൻസ് നോക്കിയാലോ. അനലോഗി, സിമിലാരിറ്റി, വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയന്റേഷൻ, വിഷ്വൽ മെമ്മറി, എല്ലാം, ഫിഗർ ക്ലാസിഫിക്കേഷൻ, അരിത്തമാറ്റിക് റീസണിങ്. ഈ ഒരു സിലബസ് നോക്കിയാൽ മനസ്സിലാക്കുന്നത് ആ ബേസിക് SSCയുടെയും റെയിൽവേയുടെയും സെയിം സിലബസ് തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല, വ്യത്യാസങ്ങൾ ഒന്നും കാണുന്നില്ല. അതും 35 മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത്. അതായത് 35 ചോദ്യങ്ങൾ. അപ്പം 35 70 ചോദ്യങ്ങളായി. ഇനിയുള്ള 50 ചോദ്യങ്ങൾ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GKയിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് GKയിലെ സിലബസ്? അത് ഇതിനകത്ത് വളരെ ചെറുതായിട്ട് പറയുന്നുണ്ട്. ഈ സിലബസ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ റെയിൽവേ പരീക്ഷകളുടെയും SSC പരീക്ഷകളുടെയൊക്കെ ഡീറ്റെയിൽഡ് സിലബസ് അത് നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ PDF-ലും കിട്ടില്ല. പക്ഷേ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് സിലബസുകൾ പറഞ്ഞു തരാറുണ്ട്. അത് ഇത്രയും നാൾ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം കൺസോൾട്ടേഷനും ടോപ്പിക്കുകളും വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒഫീഷ്യലി RRB ഇഷ്യൂ ചെയ്യുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതിൽ പൊളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പിന്നെ ഈ പറയുന്ന എക്കണോമിക്സ് ഉൾപ്പെടെ, കമ്പ്യൂട്ടർ ഉൾപ്പെടെ, സ്പോർട്സ്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK ഉൾപ്പെടെയുള്ള എല്ലാ ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ സിലബസ് വളരെ വാസ്റ്റാണ്. 50 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 50 മാർക്ക് ജനറൽ അവയർനെസ്സിൽ നിന്നുമുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് വെച്ചിട്ട് വേണം നമ്മളുടെ സ്റ്റഡി പ്ലാൻസ് നമ്മൾ ക്ലിയർ ചെയ്യാൻ. എന്തുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകൾക്ക് ഒരു മാതൃകയുണ്ട്. അതുപോലെ റെയിൽവേയുടെ പരീക്ഷകൾക്ക് ഒരു മാതൃകയുണ്ട്. അതിന് പല കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി PSC പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾ എല്ലാവർക്കും അറിയാം. ആ പരീക്ഷകൾക്ക് മറ്റു ചില രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ബാങ്കിൻ്റെ പരീക്ഷകൾക്ക് മറ്റു ചില രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മൂന്നായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും റെയിൽവേയും ഒരേ തരത്തിൽ തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് വേണ്ടത്. PSC എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് പഠിക്കേണ്ടത്. പ്രത്യേകിച്ചും GKക്ക് വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് PSC പഠിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ബാങ്ക് വരുമ്പോൾ ബാങ്ക് മാക്സിമം റീസണിങ്ങും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതിൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പീഡിന് ഇംപ്രൂവ് ഏറ്റവും കൂടുതൽ ഒരു ആസ്പെക്ട് കൊടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് ബാങ്ക്. ഇനി SSC RRBയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്പീഡിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടന്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് SSC റെയിൽവേ പോലെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാം പാറ്റേൺ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വെക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന സമയം ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കുള്ള സിലബസ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സ്കോർ ചെയ്യേണ്ട മാർക്കുകൾ ഉൾപ്പെടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക് സിലബസ് നിങ്ങളോട് കവർ ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ ഈ സിലബസിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയും. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും പല ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് RPFൻ്റെ കോഴ്സിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനും ദിശ അക്കാഡമി നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ആദ്യം എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം. പ്രത്യേകിച്ചും എല്ലാവരും ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദിശ അക്കാഡമിയുടെ RPFൻ്റെ ഓൺലൈൻ ബാച്ച് അവൈലബിൾ ആണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓർഡർലി ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. പ്രത്യേകിച്ചും ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് യൂസ് ആക്കാൻ പറ്റുന്നത്.
കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സസ് താല്പര്യമുള്ളവർ ഇതിൽ ജോയിൻ ചെയ്തോളുക. ഈ കോഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫ്രം ബേസിക്സ് പഠിച്ചു തുടങ്ങുകയാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഓൺലൈൻ പെയ്ഡ് കോഴ്സ് വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ദിശ ആർമി എക്സാംസ് എന്ന പേരിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ദിവസവും ഓർഡർലി നിങ്ങൾക്ക് RPFന്റെ ക്ലാസ്സസ് ഓർഡർലി തരുന്നുണ്ട്. RPFന്റെ ക്ലാസ് മാത്സ് ആയാലും റീസണിങ് ആയാലും GK ടോപ്പിക്സ് ആയാലും ഓർഡർലി ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ ഒരു ആർമി എക്സാംസ് ചാനലിൽ ജോയിൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം RPF പരീക്ഷയെ സംബന്ധിച്ച ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഫ്രണ്ട് പേജിൽ തന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം അവിടെ നിങ്ങൾക്ക് സ്പോൺസേർഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഫീച്ചേർഡ് ചെയ്തിരിക്കുന്ന 3 ചാനൽസ് കാണാം. അതിലൊന്ന് ദിശ ആർമി എക്സാംസ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ വേണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെ വേണം എന്നുള്ള കാര്യമാണ് നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024 RPF പരീക്ഷയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ വേണം, എന്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയട്ടെ. അതായത് പലരും പഠിക്കും, പലരും എക്സാമിന് ബ്ലൈൻഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ കാണാതെ പഠിക്കും, കുറേ ഉത്തരങ്ങൾ എഴുതും. ചിലപ്പം അവർ എക്സാമിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യും. ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമായിരിക്കും, കഷ്ടപ്പെട്ട് കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഫിസിക്കലൊക്കെ ക്ലിയർ ചെയ്ത്, പക്ഷേ ഫൈനൽ ലിസ്റ്റിലേക്ക് അവരെത്തുകയോ ചിലപ്പോൾ ജോലി മേടിക്കുകയോ ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ക്ലിയർ കട്ടായിട്ട് പ്ലാൻ ഫ്രം ഇനിഷ്യൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ചിലർ ചിന്തിക്കുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് 40 മാർക്കല്ലേ വരും, അല്ലെങ്കിൽ 50 മാർക്കല്ലേ വരൂ, 30 മാർക്കല്ലേ വരൂ എന്ന് കരുതി കട്ട് ഓഫ് എയിം ചെയ്ത് പഠിക്കും. അങ്ങനെയുള്ളവർ കട്ട് ഓഫ് ചിലപ്പോൾ ക്ലിയർ ചെയ്യായിരിക്കും, പക്ഷേ ജോലി കിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ലെവലിലേക്കുള്ള മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനല്ല നിങ്ങൾ പഠിക്കുന്നത് ജോലി മേടിക്കാനാണ്. അതുകൊണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യല്ല, ജോലി മേടിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ആരും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്ന ചെറിയ എയിം വെച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്. കാരണം കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് എല്ലാവരും ജോലി മേടിക്കുമോ എന്നുള്ള പല ചോദ്യങ്ങളും ഉണ്ട്. കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ കുറേ പരീക്ഷകൾക്കൊക്കെ അതിൻ്റെ വേക്കൻസീസ് അനുസരിച്ചിട്ട് ലിസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ എടുക്കും. പക്ഷേ അതൊരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനിഷ്യലി ഇടുന്നൊരു കട്ട് ഓഫ് കഴിഞ്ഞിട്ട് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് കട്ട് ഓഫ് ഇനിഷ്യലി ചെറിയ കട്ട് ഓഫ് ആയിരിക്കും ഇടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലിന് ഒരുപാട് പേരെ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കട്ട് ഓഫ് കുറച്ചിടുന്നത്. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന എല്ലാവരെയും ജോലിക്ക് എടുക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന എല്ലാവരും ജോലിക്ക് എടുക്കില്ല. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളുകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഞാൻ പറയുന്നത് എങ്ങനെ 2024 RPFൽ ജോലി നേടിയെടുക്കാം എന്നാണ്. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന കാര്യമല്ല. കട്ട് ഓഫിനേക്കാളും മുകളിൽ സ്കോർ ചെയ്ത് ജോലി മേടിക്കാനുള്ള ഒരു പ്ലാനാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, RPF 2024 നിങ്ങൾക്ക് സമയം നോക്കിയാൽ നിങ്ങൾക്കൊരു 5 മാസം അല്ലെങ്കിൽ 6 മാസം മാത്രം ഇപ്പോൾ കരുതിയാൽ മതി. ഇപ്പോഴത്തെ ഒരു കോൺടാക്സിൽ നമ്മളൊരു 6 months എന്നൊരു ടൈം മാത്രം മാക്സിമം ടൈം പീരീഡ് എടുത്തിരിക്കുന്നത്. 6 മാസം എന്ന് പറയുന്നൊരു ടൈം നമ്മൾ കരുതിയാൽ മതി. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ലിമിറ്റഡ് ടൈം തന്നെയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. അല്ലാതെ 6 മാസം ഇല്ലേ എന്ന് കരുതണ്ട. കാരണം കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇതൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പഠിക്കുന്ന പരീക്ഷയല്ല. നിങ്ങൾ മാർക്കിന് വേണ്ടിയാണോ ഈ എക്സാമിന് പഠിക്കുന്നത്? അല്ല, മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് അവരെക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനാണ് ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വി ഹാവ് ലിമിറ്റഡ് ടൈം ഈസ് ലിമിറ്റഡ്. അപ്പോൾ ആ ലിമിറ്റഡ് ടൈം വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു 6 months നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ഉറപ്പായിട്ടും വെറുതെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയുന്നതല്ല. നമ്മുടെ എക്സാംസ് എഴുതി ക്ലിയർ ചെയ്തിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ വിന്നേഴ്സിൻ്റെ പഠിച്ച് വിജയികളായിട്ടുള്ള ആളുകളുടെ സ്ട്രാറ്റജി തന്നെയാണ് കുറച്ചുകൂടി ഒന്ന് പോളിഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പരീക്ഷ എഴുതി അപ്പോൾ ഇങ്ങനല്ല പഠിക്കേണ്ടതെന്ന് മനസ്സിലായി, അടുത്ത പരീക്ഷ എഴുതി അങ്ങനെ അല്ലെന്ന് മനസ്സിലായി. കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന പരീക്ഷ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു ഗൈഡൻസും ഈ ഒരു സ്ട്രാറ്റജിയും ഈ ഒരു പ്ലാനും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഞാൻ പറയട്ടെ, ഇനിയും 6 മാസം നിങ്ങളുടെ മുമ്പിലുള്ളപ്പം ഇതിനെ തന്നെ നിങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇനിഷ്യൽ 3 months ഫസ്റ്റ് ഒരു പീരീഡും പിന്നത്തെ 3 മാസവും. ഇങ്ങനെ 2ആയിട്ട് നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തേ. ഇനിഷ്യൽ 3 months പിന്നീട് വരുന്ന 3 മാസവും. അങ്ങനെ 6 മാസത്തെ പകുതിയായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി. എന്നിട്ടാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ
എക്സാമിനെ സംബന്ധിച്ച് ഒരു സിലബസ് ഉണ്ട് അല്ലേ? ആ ഒരു സിലബസ് നിങ്ങൾക്ക് സിലബസ് അറിയുന്നില്ല എങ്കിൽ ദിശ അക്കാഡമിയിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ സബ്ജക്റ്റിൻ്റെ സിലബസുകൾ, ക്ലാസ്സുകൾ, ടോപ്പിക്കുകളെല്ലാം ഞാൻ പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ വരും. നിങ്ങൾക്ക് അത് കണ്ട് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കാം, ഓരോന്നിൻ്റെയും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്, ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിലും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ദിശ അക്കാഡമിയുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്പറും അതുപോലെ ഓൺലൈൻ്റെ നമ്പറും ഉണ്ട്. ഇവിടെയൊക്കെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ എല്ലാം കോഴ്സസ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക്, പറ്റുന്നവർക്ക്, അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ആ കോഴ്സ് എടുത്ത് പഠിക്കുക. പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വഴി എളുപ്പമാവും. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വഴി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റേതെങ്കിലും സ്ഥാപനത്തിൻ്റെ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഇനിയും ക്ലിയർ ആക്കാം. അപ്പോൾ ആദ്യത്തെ 3 മാസം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിലബസ് കംപ്ലീഷൻ ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 മാസം സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. റാൻഡം ആയിട്ട് പഠിക്കുന്നത് പിന്നീടാവട്ടെ. ആദ്യത്തെ 3 മാസം സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റും എടുക്കുക. നിങ്ങളിപ്പോൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓരോ ടോപ്പിക് എടുക്കുക. പെർസെൻറ്റേജ്, ആവറേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, അങ്ങനെ ഓരോ ടോപ്പിക്സ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളുടെയും ബേസിക്സ്, അതിൻ്റെ ഷോർട്ട് കട്ട്സ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ്, ഇത് ബേസ് ചെയ്ത് നിങ്ങൾ ഇനിഷ്യൽ സിലബസ് കവർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ കവർ ചെയ്യുന്നതെന്ന് കുറേ പേർക്ക് സംശയമുണ്ട്. അതിന് 2 ഓപ്ഷൻസ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു. ഒന്ന്, ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ്സസ് വരുന്നുണ്ട്, അത് കണ്ടിട്ട് ബേസിക് സിലബസ് കവർ ചെയ്യാം. അതല്ല എങ്കിൽ കുറേയും കൂടെ ഓർഡർലി, കുറേയും കൂടെ പ്ലാൻഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതുമല്ല, ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിക്കണമെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെൻറ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ വഴി. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ, സിലബസ് തീർക്കണം. ഫസ്റ്റ് 3 മന്ത്സ് ടാർജറ്റ് വെച്ചോളൂ, സിലബസ് തീർക്കണം. സിലബസ് ടോപ്പിക് വൈസ് സിലബസ് പഠിക്കുക. സിലബസിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യണം, വെറുതെ ടോപ്പിക്കുകൾ പഠിച്ചാൽ പോരാ. മാത്സ് പഠിക്കാനുണ്ട്, റീസണിങ് പഠിക്കാനുണ്ട്, GK GS പഠിക്കാനുണ്ട്. 3ന്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ശരി, എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയാം. അതിനുള്ള വഴികൾ, ഒന്ന്, നിങ്ങൾ ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. അതിപ്പോൾ ദിശ അക്കാഡമിയുടെ കോഴ്സ് തന്നെ ജോയിൻ ചെയ്യണം എന്നല്ല പറഞ്ഞേ. ഇപ്പോൾ തന്നെ ഞാൻ 3 ഓപ്ഷൻ ദിശ അക്കാഡമിയുടെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ട്. ഒന്ന്, ഫ്രീ ക്ലാസ്സസ് യൂട്യൂബ് വഴി, അത് കോഴ്സായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്ത് കാണാം. അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ പെയ്ഡ് കോഴ്സ്, ഓൺലൈൻ കോഴ്സ്, ദിശ ഓൺലൈൻ്റെ പെയ്ഡ് കോഴ്സ് കാണാം. അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻറ്ററിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇതും അല്ലെങ്കിൽ ഏതെങ്കിലും ദിശ അക്കാഡമിയുടെ അല്ല, ഏതെങ്കിലും ഓഫ്ലൈൻ സെൻറ്ററിലോ ഓൺലൈൻ സെൻറ്ററിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഓപ്ഷൻസ് ഉള്ളവർ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ ഇനിഷ്യലി കോഴ്സ് ബേസ്ഡ് ആദ്യത്തെ 3 മാസം ചെയ്യേണ്ടത് സിലബസ് ബേസ്ഡ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്യുക. ആ കോഴ്സ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ ആയിട്ട് ക്ലാസ് കാണുക, കോഴ്സ് കാണുക. അതുകൂടാതെ ആ ടോപ്പിക്കുകളുടെ നോട്ടും കൂടെ ഉണ്ടാക്കി പോകണം. നിങ്ങൾ ഇനിഷ്യലി സിലബസ് കവർ ചെയ്യുമ്പം ആ കോഴ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കി പോകണം. അപ്പോൾ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പെയ്ഡ് കോഴ്സ് മാത്രമല്ല, യൂട്യൂബിൽ റെഗുലറായിട്ട് നമ്മൾ തരുന്ന ക്ലാസ്സസ് ആണെങ്കിൽ അതായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഇനിഷ്യലി 3 മന്ത്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. കോഴ്സ് അറ്റൻഡ് ചെയ്യുക, അതായത് സിലബസ് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്ക് കീപ്പ് ചെയ്യണം. ബുക്ക് കീപ്പ് ചെയ്യുക, നോട്ട്സ് ഉണ്ടാക്കുക. അത് എന്തിനാണെന്ന് ഇനിയും പറയുന്നുണ്ട്. ബുക്ക് കീപ്പ് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. അതിൻ്റെ 2ാമത്തെ പാർട്ടാണ് പറയുന്നത് പ്രാക്ടീസ് കൂടി. സിലബസ് വെറുതെ കവർ ചെയ്താൽ പോരാ, പ്രാക്ടീസ് കൂടി ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഇനിഷ്യൽ 3 മന്ത്സിൻ്റെ പ്ലാനാണ് പറഞ്ഞത്. മാത്സ്, റീസണിങ്, GK. അപ്പോൾ കോഴ്സ് പ്ലസ് പ്രാക്ടീസ്, കോഴ്സ് പ്ലസ് പ്രാക്ടീസ്, ഇതെങ്ങനെ മാനേജ്? ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും എക്സാം ക്ലിയർ ചെയ്തില്ല. വെറുതെ സിലബസ് മാത്രം കവർ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ കോഴ്സിനകത്ത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, മാത്സ് ആണെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു. അതിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസ് ഫാക്കൽറ്റീസ് ചെയ്തു. നിങ്ങൾ അതെല്ലാം നോട്ട് ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബുക്ക് അടച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പിന്നെ ചെയ്യേണ്ടത് കോഴ്സ് നിങ്ങൾ ഒരു ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന ഓൺലൈൻ വീഡിയോ ക്ലാസ് ആണെങ്കിൽ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ക്ലാസ് കണ്ടു, നോട്ട് ഉണ്ടാക്കി. ഇനി ഒരു സമയം കൂടെ നിങ്ങൾ ആ ദിവസം തന്നെ സ്പെൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാ? അത് പ്രാക്ടീസിന് വേണ്ടിയാണ്. അത് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് വെച്ചാൽ, ഒന്ന്, ഈ സെക്ഷണൽ മോക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ ദിശ അക്കാഡമിയുടെ ദിശ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അത് നോക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒലിവ് ബോർഡ്, ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അവരുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ സെക്ഷണൽ മോക്കുകൾ ചെയ്യാം, ഈ ടോപ്പിക്കുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അതായത് കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെയാണ്. ഇപ്പം പെർസെൻറ്റേജ് ടോപ്പിക്ക് പഠിച്ചിട്ട് അന്ന് തന്നെ പെർസെൻറ്റേജിൻ്റെ 20-30 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക.
ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങളുണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ ഇപ്പോൾ ഓഫ്ലൈനിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ ഓൺലൈൻ കോഴ്സ് പഠിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ സംശയം തീർക്കാൻ പറ്റില്ല. അതിന് അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ, അത്രത്തോളം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് ഓപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു മെൻറ്ററിനെ അലോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിങ്ങൾക്ക് സംശയങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ആ ഉത്തരം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അങ്ങനെ ഒരു ഫീച്ചർ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിലുണ്ട്. ഇനി അതല്ല, ഓഫ്ലൈൻ കോഴ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ട്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ട്. ആ മെൻറ്റർ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ടാണ് ഓഫ്ലൈൻ കോഴ്സിനും ഓൺലൈൻ കോഴ്സിനും ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. എന്തുകൊണ്ട് ഫ്രീ കോഴ്സ് മാത്രം എടുത്ത് പഠിച്ചുകൂടാ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാനാണ് ആ മെൻറ്റേഴ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളത്. ഓഫ്ലൈനിൽ യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ എന്താ പ്രശ്നം? ക്ലാസ് കാണും, പുതിയ കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു കാരണവശാലും കോഴ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം പറഞ്ഞതല്ല. ഇങ്ങനെ പ്രശ്നമുള്ളൂ, തനിയെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ നിങ്ങൾ സെൽഫായിട്ട് യൂട്യൂബ് ക്ലാസ് തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ കോഴ്സ് പ്ലസ് പ്രാക്ടീസ് ഇനിഷ്യലി ഉള്ള 3 months നിങ്ങൾ ഫോളോ ചെയ്താൽ, മാത്സിൻ്റെ ആയാലും റീസണിങ്ങിൻ്റെ ആയാലും GK ആയാലും ഫോളോ ചെയ്താൽ നിങ്ങളുടെ ബേസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്തിനാണ്? നിങ്ങളുടെ സിലബസ് കവർ ചെയ്യാൻ. അത് എങ്ങനെ വേണം? കോഴ്സ് അറ്റൻഡ് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതേ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കുക. ഇനിഷ്യൽ 3 months. 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒരു വിധത്തിൽ സെറ്റ് ആവും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഈ അടുത്ത പറയാൻ പോകുന്നത്. 3 months കഴിഞ്ഞിട്ടും നമ്മുടെ മുമ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ് ഉണ്ട്. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 3 months കഴിഞ്ഞ് ആഫ്റ്റർ ഫസ്റ്റ് 3 monthsന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കോഴ്സ് പ്ലാൻ ചെയ്തതിനകത്ത് റൊട്ടീൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് 3 months നിങ്ങളുടെ റൊട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഈ ഒരു സ്ലൈഡിൽ ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് ഇതിനകത്ത് സബ്ജക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഏതൊക്കെ സബ്ജക്റ്റാണ്? മാത്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഡെയിലി മാത്സ് റീസണിങ് മിനിമം നമ്പറെങ്കിലും പ്രാക്ടീസ് ആയിട്ട് ചെയ്യുക. ഞാൻ പ്രാക്ടീസിനകത്ത് പറയുന്ന കാര്യമാണ്. അപ്പോൾ മാത്സ് റീസണിങ് മിനിമം ക്വസ്റ്റ്യൻസ് ഒരു 20 ചോദ്യമെങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിക്കുക. മാക്സിമം ഈ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഓരോ ദിവസത്തെയും കറണ്ട് അഫയർ അല്ല, ഒരു 6 to 1 year 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കമ്പൈലേഷൻ ആയിട്ടായാലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല കറണ്ട് അഫയേഴ്സ്. മൂന്നാമത്തെ കാര്യം, ഡെയിലി GK, സ്റ്റാറ്റിക് GK, റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വായിക്കുക. ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഡെയിലി പ്രാക്ടീസ് സെഷൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡെയിലി മാത്സ് ആൻഡ് റീസണിങ്. ഇത് ആക്ച്വലി ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതിനകത്ത് വരും? നമ്മുടെ പ്രാക്ടീസിനകത്ത് വരും. ഞാൻ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ ഡെയിലി പ്രാക്ടീസിനകത്ത് വരും. ആ പ്രാക്ടീസിൻ്റെ കൂടെ കോഴ്സിൻ്റെ ഭാഗം അല്ലാതെ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ റൊട്ടീൻ പ്ലാനിങ്ങിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഡെയിലി മാത്സ് ആൻഡ് റീസണിങ് മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരു 20 ചോദ്യം എങ്കിലും ഡെയിലി ചെയ്യുക. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിക്കുക. ഇതിന് പല ഓപ്ഷൻസും ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ കമ്പൈലേഷൻ വായിക്കാം, അല്ലെങ്കിൽ ഡെയിലി കറണ്ട് അഫയർ ഇപ്പോൾ മുതൽ അപ്ഡേറ്റ് ചെയ്തു പോകാം. മൂന്നാമത്തെ കാര്യം, ഡെയിലി GKയും സ്റ്റാറ്റിക് GKയും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനും വായിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് GK പോലുള്ള ടോപ്പിക്ക് അവസാനത്തെ നിമിഷം പഠിച്ചാൽ നിങ്ങളുടെ ഓർമ്മയിലൊന്നും ഇരിക്കില്ല. അവസാനത്തെ മാസം ഒരുപാട് ക്വസ്റ്റ്യൻസ് വായിച്ച ഓർമ്മയിരിക്കില്ല. അതുകൊണ്ടാണ് ഡെയിലി GK, സ്റ്റാറ്റിക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് മൂന്നും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് ഉണ്ടാക്കണം. കോഴ്സിൻ്റെ നോട്ട് കൂടാതെ നിങ്ങളുടെ നോട്ട്സ് ഉണ്ടാക്കി വേണം നിങ്ങൾ പോകാൻ. അപ്പോൾ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ട്സ് കൂടാതെ നിങ്ങളുടെ സെൽഫ് പ്രാക്ടീസിൻ്റെ നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആവും. ക്ലിയർ ആയോ? ഇതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷണൽ മോക്കുകൾ. ഇത് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോം ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഡെയിലി സെക്ഷണൽ മോക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സിൽ പഠിപ്പിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സെക്ഷണൽ മോക്കുകൾ നിങ്ങൾ ചെയ്യുക. മാത്സോ റീസണിങ്ങോ GK എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കാൻ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. 6 hours, അല്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ അത്രയും പറ്റുന്നുണ്ടാവില്ല, 4 മണിക്കൂർ.
ഇതാണ് ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച സമയം എങ്കിൽ ഈ ഒരു ടൈമിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. 6 മണിക്കൂറാണെങ്കിൽ 3 മണിക്കൂറും 3 മണിക്കൂറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 3 മണിക്കൂർ കോഴ്സ് കാണുക, 3 മണിക്കൂർ കോഴ്സ് കാണുക, 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. എന്താ ഇമ്പോർട്ടൻസ്? പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങളിപ്പം ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ ഇപ്പം കോഴ്സ് എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുന്ന പോലെ നിങ്ങൾ കുറേ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുക, വീണ്ടും വീണ്ടും ക്ലാസ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് ദഹിക്കാനൊരു സമയം കൊടുക്കണ്ടേ? ആക്ച്വലി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പറയുന്നതാണ് പ്രാക്ടീസ്. പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നത് പോലെയുള്ള പ്രോസസ്സാണ്. അപ്പോൾ പ്രാക്ടീസ് ഇതിന് ഒരു കാരണവശാലും മാറ്റി വെക്കാൻ പറ്റാത്ത പ്രോസസ് ആണെന്ന് ഓർത്തോളുക. 4 മണിക്കൂറുള്ളവരാണെങ്കിൽ 2 മണിക്കൂർ കോഴ്സിനും 2 മണിക്കൂർ ഈ പറഞ്ഞ പ്രാക്ടീസസിനും വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ റൊട്ടീൻ, നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നു, വീക്ക്ലി ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. തുടക്കം മുതൽ തന്നെ ഇപ്പൊ ഇനിഷ്യലി ഉള്ള 3 മാസത്തെ കാര്യമാണ് പറയുന്നത്. അവിടെ നിങ്ങൾ വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് അത് മസ്റ്റായിട്ട് നിങ്ങൾ സൺഡേസിലോ സാറ്റർഡേസിലോ നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് ഒരു ദിവസം സെലക്ട് ചെയ്യുക. ആ ദിവസം മൊത്തത്തിൽ RPF എക്സാമിന്റെ പാറ്റേണിൽ 120 ചോദ്യം വരുന്ന മോക്ക് എക്സാംസ് നിങ്ങൾക്ക് കിട്ടും. ദിശ ഓൺലൈനിന്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് അറിയാം, അവിടെ എല്ലാം മോക്ക് എക്സാംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ വീക്ക്ലി ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം. എങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടേ അതും കൂടെ പറയാം. മോക്ക് ടെസ്റ്റ് എഴുതി 120 ചോദ്യം നിങ്ങൾ 1.5 മണിക്കൂർ എടുത്ത് എഴുതി, എന്നിട്ട് ഉത്തരം പോലും നോക്കാതിരിക്കുന്നതല്ല മോക്ക് ടെസ്റ്റ്. അങ്ങനെ എഴുതിയോണ്ട് യാതൊരു കാര്യമില്ല. മോക്ക് ടെസ്റ്റ് എഴുതേണ്ടത് അനാലിസിസ് ബേസ്ഡ് ആണ്. 1.5 മണിക്കൂറിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചിലപ്പം 3 മണിക്കൂർ എടുക്കും. അതായത് 1.5 മണിക്കൂർ പരീക്ഷ എഴുതും, പിന്നെ ഒരു 1.5 മണിക്കൂർ എടുത്ത് നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് അതെങ്ങനെയാണെന്ന് ചെയ്ത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്നതിന് ഉൾക്കൊള്ളിക്കണം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, മോക്ക് ടെസ്റ്റ് എഴുതും, മാർക്ക് നോക്കും, എന്നിട്ട് പോകും, അനാലിസിസ് ചെയ്യത്തില്ല. ഇതെന്താണെന്ന് അറിയാമോ? അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ അടുത്ത് നിങ്ങൾക്ക് പനിയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു അസുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ? ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ശരി. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് വാങ്ങിയില്ല, റിപ്പോർട്ട് അനാലിസിസ് ചെയ്തില്ല. വല്ല ഗുണമുണ്ടോ? നിങ്ങൾക്ക് ഏത് അസുഖമാണെന്ന് മനസ്സിലാവുമോ? അതുപോലാണ് മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് അനാലിസിസ് ചെയ്യാതിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾ സ്ട്രോങ്, ഏതാണ് വീക്ക്, ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മോക്ക് ടെസ്റ്റ്, അല്ലാതെ നിങ്ങളുടെ മാർക്ക് വെറുതെ കാണാൻ വേണ്ടിയല്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മോക്ക് ടെസ്റ്റ് എഴുതുന്നതിൻ്റെ കൂടെ അതിൻ്റെ അനാലിസിസ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ ഇനി മോക്ക് ടെസ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറോ 1 മണിക്കൂറോ എടുത്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യുക എന്നല്ല. എക്സാം എഴുതുക, നിങ്ങൾക്കറിയാത്ത തെറ്റിയ ചോദ്യങ്ങൾ എടുത്ത് സെപ്പറേറ്റ് ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. ആ ബുക്കിൽ നോട്ട് ചെയ്ത് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുന്നതാണ് ആ മോക്ക് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മോക്ക് ടെസ്റ്റ് എക്സാം എഴുതുക മാത്രമല്ല, കംപ്ലീറ്റ് അനാലിസിസ് ആണ്. എന്നാലേ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ, അല്ലേ? ഇപ്പം നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മരുന്ന് തരും, ഇല്ലേ? അതുപോലെയാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളുടെ പോരായ്മ എവിടെയാണെന്ന് മനസ്സിലാക്കി ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് 3 മന്ത്സിൽ നിങ്ങളുടെ പ്ലാനിനെ പറ്റി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മസ്റ്റായിട്ടും ആദ്യത്തെ 3 മാസം കൊണ്ട് സിലബസ് കവർ ചെയ്തവര് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോട്ട്സ് റിവിഷൻ. ഞാൻ എന്തുകൊണ്ടാണ് ഫസ്റ്റ് 3 മന്ത്സ് പഠിച്ചതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് കരുതുന്നു. കാരണം നോട്ട്സ് റിവിഷൻ, കാരണം റിവൈസ് ചെയ്തില്ലേ നമ്മുടെ മെമ്മറി നിൽക്കില്ല. കാരണം 6 മാസം കഴിഞ്ഞാണ് നമ്മൾ എക്സാം എഴുതാൻ 6 മാസം കഴിഞ്ഞാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചൊരു കാര്യം 6 മാസം കഴിഞ്ഞ് നമ്മൾ ഓർക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പലവട്ടമായിട്ട് ഈ നോട്ടുകൾ കണ്ടിരിക്കണം. മാത്സ് ആയാലും പ്രത്യേകിച്ചും GK കാര്യം ഞാൻ എടുത്തു പറയുന്നു. GK ഒക്കെ ഓർമ്മിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ നോട്ട്സ് റിവൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇത്രയും നാൾ കംപ്ലീറ്റ് ചെയ്ത സിലബസ് അല്ലെങ്കിൽ നോട്ടുകൾ നിങ്ങൾ റിവിഷൻ ചെയ്യുക. മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, 3ഉം റിവൈസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവിങ്. എല്ലാ ഷിഫ്റ്റിൻ്റെയും അവസാനം നടന്ന RPF പരീക്ഷയുടെ എല്ലാ ഷിഫ്റ്റിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് നിങ്ങൾ സോൾവ് ചെയ്യണം. ഷിഫ്റ്റ് വൈസ് സോൾവ് ചെയ്യണം.
3 മാസത്തിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഷിഫ്റ്റ് വൈസ് സോൾവ് ചെയ്യണം. അതിനും പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസോ ദിശ ഓൺലൈൻ പ്ലാറ്റ്ഫോമോ ഒക്കെ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഷിഫ്റ്റ് വൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ PDF-കളായിട്ടും അവൈലബിൾ ആവും. അങ്ങനെ ഏത് മാർഗത്തിലോ പിന്നീട് ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് 1 ഇയർ, അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 1 ഇയർ, 6 മാസത്തെ എന്തായാലും പഠിച്ചിരിക്കണം. ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഈ സമയത്താണ് ആഫ്റ്റർ 3 മന്ത്സ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ 3 മന്ത്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ബേസിക് സ്ട്രാറ്റജിയിലൂടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. നോട്ട്സ് റിവൈസ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഷിഫ്റ്റ് വൈസ് തന്നെ എടുത്തെടുത്ത് ചെയ്യണം. 3, ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അവസാനം പറയുന്നു, അറ്റ്ലീസ്റ്റ് ഈ 3 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 50 മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യണം. ഓരോ ദിവസം ഇടവിട്ടും മോക്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കണം. ലാസ്റ്റ് ഫസ്റ്റ് 3 മന്ത്സ് കഴിയുന്ന സമയങ്ങളിൽ 50 മോക്ക് ടെസ്റ്റുകളെങ്കിലും നിങ്ങൾ എഴുതണം. മോക്ക് ടെസ്റ്റ് എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞു. 1.5 മണിക്കൂറിൽ പരീക്ഷ തീർക്കുകയല്ല, അനാലിസിസ് ചെയ്താണ് എഴുതേണ്ടത്. സോ ഓരോ ദിവസം ഇടവിട്ടെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതണം. ഇതാണ് ഒരു 6 മന്ത്സിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ക്ലിയർ കട്ട് സ്ട്രാറ്റജി. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. എന്നിട്ട് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാം. അത് തമാശയായിട്ട് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത്, ഇത് റിസൾട്ട് ഉണ്ടാക്കണം. ഈ വട്ടം തന്നെ റിസൾട്ട് ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററുകളിലും ഓൺലൈൻ കോഴ്സസിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഈ പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ഓർഡറിലാക്കിയാണ് തരുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് കോഴ്സ് എന്ന് പറഞ്ഞു, നിങ്ങൾ ഇനിഷ്യൽ സിലബസ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ സിലബസ് പഠിക്കും? പഠിക്കാനുള്ള ഓപ്ഷൻ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഓഫ്ലൈൻ സെന്റർ, ദിശ അക്കാഡമിക്ക് 4 ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്: കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട്. അപ്പോൾ ഈ 4 സെന്ററിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ സിലബസ്, ബേസിക് സിലബസ് കവർ ചെയ്യും, ക്ലിയർലി കവർ ചെയ്യും. ഇനി രണ്ടാമത്തെ പറഞ്ഞു, പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, തനിയെ ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. അവർക്ക് എന്താണ് ഓപ്ഷൻ? ഓരോ ഓപ്ഷൻ, ഓഫ്ലൈൻ സെന്ററിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് മെറ്റീരിയൽ ഉണ്ട്, ഡേ ബൈ ഡേ പ്രാക്ടീസ് മെറ്റീരിയൽ ഉണ്ട്. അത് ചെയ്യുമ്പോൾ സംശയം തോന്നിയാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെന്റർ നിങ്ങളുടെ ബാച്ചിലുണ്ടാവും. ഇനി ഓൺലൈൻ കോഴ്സ് ആയിക്കോട്ടെ, ഓൺലൈൻ കോഴ്സിനും നിങ്ങൾക്ക് ഡെയിലി ഫാക്കൽറ്റീസ് ക്ലാസ് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെന്ററെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ് വഴി അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞു, പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പറഞ്ഞു മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണം. ഇതൊക്കെ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല എങ്കിൽ ദിശ അക്കാഡമി അപ്രോച്ച് ചെയ്താൽ, ഓഫ്ലൈൻ സെന്ററിൽ വന്നാൽ നിങ്ങൾക്ക് ഓൺലൈൻ മോക്ക് എക്സാം എഴുതാനുള്ള ലാബുകളുണ്ട്, ലൈബ്രറി സംവിധാനങ്ങളുണ്ട്, പഠിക്കാനുള്ള ബുക്കുകളുണ്ട്, മെന്റേഴ്സിന്റെ സപ്പോർട്ടുണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഫാക്കൽറ്റീസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓഫ്ലൈൻ സെന്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്നുകിൽ അത് ഉപയോഗിക്കാം. ഇനി ഒന്നുമല്ല, നിങ്ങൾക്ക് സെൽഫായിട്ട് മനസ്സിലാക്കാം. പല സോഴ്സിൽ നിന്ന് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഉള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്തുകൊള്ളുക. ഈ വർഷം തന്നെ നിങ്ങൾക്ക് ജോലി വാങ്ങാൻ പറ്റുന്നതാണ്. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ രീതിയിൽ ഫോളോ ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ക്ലിയർലി ഞാൻ പറഞ്ഞ ഒരു പ്ലാന് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ വർഷം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിഫോം പോസ്റ്റിലേക്ക് ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്